അല്ല പക്ഷേ സാറിനെ കാണുമ്പോൾ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു മലയാളിയെ പോലെ തോന്നുന്നില്ലല്ലോ. അത് ശരി. എന്താ സാർ? ഇല്ല, തോന്നുന്നില്ല. പിന്നെ സാറിന്റെ ഐഡന്റിറ്റി കാർഡ് കൂടി എനിക്കൊന്ന് കാണണം. കണ്ണൂരിൽ ഡാറ്റാ പ്രൊട്ടക്ഷൻ ബോർഡ് ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥനെന്ന വ്യാജേന മുൻ ബാങ്ക് മാനേജറെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്ത് പണം തട്ടാനുള്ള നീക്കം പൊളിഞ്ഞു. തോട്ടട സ്വദേശിയും ബാങ്ക് ഓഫ് ഇന്ത്യ മുൻ സീനിയർ മാനേജർ പ്രമോദ് മഠത്തിലിന്റെയും സൈബർ പോലീസിന്റെയും ജാഗ്രതയാണ് അറസ്റ്റ് നാടകം പൊളിച്ചത്. ഞായറാഴ്ചയാണ് തട്ടിപ്പ് ഫോൺ കോൾ പ്രമോദ് മഠത്തിലിന് ലഭിക്കുന്നത്. മുംബൈയിലെ കനറ ബാങ്കിൽ പ്രമോദിന്റെ പേരിൽ ഒരു അക്കൗണ്ടും സിം കാർഡും എടുത്തിട്ടുണ്ടെന്നും നിരോധിച്ച സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകനെ NIA അറസ്റ്റ് ചെയ്തപ്പോൾ പിടിച്ചെടുത്ത രേഖകളിൽ പ്രമോദിന്റെ പേരിലുള്ള ക്രെഡിറ്റ് കാർഡും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുമായിരുന്നു അവർ പറഞ്ഞത്. തെളിവായി FIR കോപ്പി, ആധാർ വിവരങ്ങൾ, സിം കാർഡ് വിവരങ്ങൾ അയച്ചു നൽകി ഭീഷണിപ്പെടുത്തി. തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയ പ്രമോദും ഭാര്യയും കണ്ണൂർ സിറ്റി സൈബർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. തിങ്കളാഴ്ച 11:30 വീഡിയോ കോളിൽ വരാൻ ആവശ്യപ്പെട്ടു. ഈ സമയം സൈബർ പോലീസ് സംഘം പ്രമോദിന്റെ വീട്ടിലെത്തി. പ്രമോദ് സംശയമില്ലാത്ത രീതിയിൽ തട്ടിപ്പുകാരുടെ വീഡിയോ കോൾ അറ്റൻഡ് ചെയ്തു. ഉദ്യോഗസ്ഥനെ കാണണമെന്നാവശ്യപ്പെട്ടപ്പോൾ യൂണിഫോം ധരിച്ച മലയാളിയായ ഉദ്യോഗസ്ഥൻ ചമഞ്ഞയാൾ സ്ക്രീനിലെത്തി. 10 മിനിറ്റോളം ഇയാൾ മലയാളത്തിൽ സംസാരിച്ചു. സ്ഥാപനങ്ങളുടെ പേരിൽ സിം കാർഡ് എടുക്കുമ്പോൾ ബയോമെട്രിക് ആവശ്യമില്ലെന്നും ആധാർ മാത്രം മതിയെന്നും പറഞ്ഞാണ് ഇവർ വ്യാജ സിം കാർഡ് കഥ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത്. മൾട്ടി ക്രോഡ്സിന്റെ ഇത് ടെറർ ഫണ്ടിങ്, മണി ലോണ്ടറിങ് ഇതൊക്കെ നടന്നെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതെ. പക്ഷേ ഫസ്റ്റ് നിങ്ങൾ കംപ്ലൈന്റ് പറയുന്നത് വെച്ചാൽ ഞാനൊരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവാണ്, എന്നിട്ട് പലരെയും ഞാൻ ഫോണിൽ ഇത് ഭീഷണിപ്പെടുത്തുന്നു, ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, ഇതൊക്കെയാണ് ആദ്യം ഫസ്റ്റ്. അതാണ് നിങ്ങൾ പറഞ്ഞത്. എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന കേസ് ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് സം മാർക്കറ്റിംഗ് ത്രെറ്റ് ഓർ ബ്ലാക്ക് മെയിൽ ഓർ വാട്ട്സപ്പ്. പിന്നെ എങ്ങനെയാണ് ഈ എന്താണ് ടെറർ ഫണ്ടിങ്ങും മണി ലോണ്ടറിംഗ് ഒക്കെ പിന്നെ എങ്ങനെയാണ് വരുന്നത്? അതിൽ എനിക്ക് മനസ്സിലായില്ല സാർ. സാർ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ, ഇന്നത്തെ കാലത്ത് വിർച്വൽ അറസ്റ്റ്, ദറ്റ് സൈബർ ക്രൈംസ്. അവർക്കൊക്കെ സാർ, അവർക്കൊക്കെ ഈ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിട്ടാണ് ഇതെല്ലാം നമ്മളെ രാജ്യത്തും ലോകത്തും കൂടെ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കതെങ്ങനെ കിട്ടുന്നത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ സർ. സംഭാഷണത്തിനിടെ തട്ടിപ്പുകാർക്ക് യാതൊരു സംശയവും നൽകാതെ കൃത്യസമയത്ത് സൈബർ പോലീസ് ഉദ്യോഗസ്ഥർ കോൾ ഏറ്റെടുക്കുകയും സംഘത്തിന്റെ നീക്കം പരാജയപ്പെടുത്തുകയുമായിരുന്നു. തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. തട്ടിപ്പാണെന്ന സംശയമുണ്ടായ ഉടനെ വിവരം സൈബർ പോലീസിനെ അറിയിച്ച പ്രമോദിനെയും ഭാര്യയെയും പോലീസ് അഭിനന്ദിച്ചു. സൈബർ പോലീസ് സ്റ്റേഷൻ SI SV മിഥുന്റെ നേതൃത്വത്തിൽ SIമാരായ V പ്രകാശൻ, M ശമിത്, CPOമാരായ PK ദിജിൻ, സുജിത് എന്നിവരടങ്ങുന്ന സംഘമാണ് വീട്ടിലെത്തിയത്. ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ലെന്നും ഇതാദ്യമായാണ് ഒരു മലയാളി ഡിജിറ്റൽ അറസ്റ്റുമായി എത്തുന്നതെന്നും സൈബർ പോലീസ് പറഞ്ഞു. ഡിജിറ്റൽ അറസ്റ്റിനായി പോലീസ് വേഷം ധരിച്ചെത്തിയ ആളോട് നിലവിൽ നടക്കുന്ന പല തട്ടിപ്പുകളെക്കുറിച്ചും വീഡിയോ കോളിൽ പ്രമോദ് പറയുന്നുണ്ട്. മലയാളം ടെലിവിഷൻ, കണ്ണൂർ. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന്? എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ 10 വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ്. മാത്രമല്ല, പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത്. പവൻ ഗോൾഡ്, തിരൂർ.